നമസ്കാരം ഗൈസ്, ആർജിയാണ് ഡബിൾ പുതിയ വീഡിയോ കളക്സും. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വ്ലോഗാണ്. നമ്മൾ രാവിലെ ഇപ്പോൾ നേരത്തെ എണീറ്റതാണ്. രാവിലെ 6 മണിക്ക് എണീറ്റാണ്. പക്ഷെ നമുക്ക് രാവിലെ 6 മണിക്ക് പണിയില്ല. എനിക്കൊണ്ട് ഇനി പണി ഉണ്ടെന്ന് തോന്നുന്നു. റബ്ബർ വെട്ടിയിട്ടുണ്ട്, വെട്ടിക്കൊണ്ടിരിക്കണം. അവർ രാവിലെ ഒന്ന് വെട്ടിയത്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇതിനാണ് നമുക്ക് ഫില്ലും പണിയൊക്കെ വരിക. 3 ദിവസം നമുക്ക് വർക്കുള്ള ദിവസമാണ് എന്ന് നിഷു പറഞ്ഞായിരുന്നു. അപ്പോൾ നിഷു ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടി പോയി നോക്കട്ടെ ഗൈസ്, എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ പാടില്ല. അവൾ വർക്ക് എടുത്ത് തുടങ്ങിയതോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് അറിയാൻ പാടില്ല. പോയി നോക്കണം. അവിടെ പിന്നെ താഴെ വേറെ പണിക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ മാമൻ്റെ അളിയനൊക്കെ വന്നിട്ടുണ്ട് പണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി നോക്കാം. നമുക്ക് എന്തായാലും പണി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ വർക്ക് കൂടെയും കൊണ്ട് തുടങ്ങാം ഗൈസ്, അതാണ് പ്ലാൻ. ഞാൻ നിഷുവിനെ അന്വേഷിക്കണം, അവളെ കാണുന്നില്ല. അവളവിടെ പോയി അവളവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണോ, എന്നെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയി കളഞ്ഞു. നിഷു അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാതെ പോയി കളയും. നമുക്ക് പോയി നോക്കാം എവിടെ കഴിക്കണം. അതിനൂടെ കാണുന്നില്ല. അവിടെ ഉണ്ടെന്ന് അവന് തോന്നുന്നു. ഞാൻ പതുക്കെ പോയി നോക്കട്ടെ. അപ്പോൾ കൈസ് നിഷു മോളുണ്ട്, ഞാൻ പതുക്കെ മോളിൽ പോട്ടെ. തേങ്ങയുടെ ബക്കറ്റ് കൊണ്ട് മോളിൽ പോയി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് മോളിൽ പോയിട്ട് അവിടെ നിന്ന് ഉറപ്പാട് എടുക്കാനുള്ള പണി ചെയ്യാം. ഞാൻ പോട്ടെ എന്നാലും. പിന്നെ താഴെ അളിയ മനുഷ്യന് ഇവിടുത്തെ ഓണറിൻ്റെ അളിയൻ വന്നിട്ടുണ്ട്. പുള്ളി അവിടെ കാട് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ഇനി ഇവിടെ പണിയുണ്ടാവും തോന്നുന്നു. എത്ര ദിവസം പണിയുണ്ടെന്ന് പറഞ്ഞില്ല. എന്തായാലും അവിടെ പണിയുണ്ടെന്നിരിക്കാം. നമുക്ക് മോളിൽ പോയിട്ട് നമ്മൾ പണിയെടുക്കാം. അപ്പോൾ ഗൈസ് ഞാൻ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഞാൻ മോളിൽ പോകണം. നിഷു അവിടെ മോളിൽ നിൽക്കുന്നുണ്ട്. അവൾ തുറന്ന് എടുക്കാനുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഈ സൈഡ് എടുക്കണം. മോളിൽ പോകണം. നിഷുവാണ് ലെഫ്റ്റ് സൈഡ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട്. നിഷു അവിടെ താഴെ എടുത്തുകൊണ്ടിരിക്കാൻ കാണുന്നത് പറഞ്ഞത് ഇതേ ഒരാളാണെന്ന് നിഷുവാണ്. അപ്പോൾ അവൾ മോളിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത് തുടങ്ങി. ഞാനിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് പണിയെടുത്ത് തുടങ്ങി. ഞാൻ താഴെ ഒരു ഫാസ്റ്റ് ആയിട്ട് പോകുന്ന സമയമായി. 9 മണിയായി, എടുക്കാനുള്ള സമയമായി. അപ്പോൾ അതുകൊണ്ട് ഫാസ്റ്റ് എടുത്ത് തീർത്തിട്ട് വേണം പോയി വല്ല ഉണ്ടാക്കി കഴിക്കാൻ ഗൈസ്. കാരണം ഇന്നലെ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നലെ പട്ടിണിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ വല്ലതും ഉണ്ടാക്കി കഴിച്ചിട്ട് ശരിയാവില്ല. ഇന്നലെ രാത്രി ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കുണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ ആണെന്ന് തോന്നുന്നത് ദോശയാണോ പുട്ടാണോ എന്തോ കഴിച്ച്. പിന്നൊന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വിട്ട് ഇത് ഉണ്ടാക്കി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് വന്നത് ഫാസ്റ്റായിട്ട് തീർത്തിട്ട് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് ഒരു ബക്കറ്റ് ഏകദേശം നിറയാറായിട്ടുണ്ട്. നിറഞ്ഞിട്ടില്ല. താഴത്തോട് എടുത്തുമ്പോൾ നിറയുന്നു തോന്നുന്നു. പിന്നെ നിഷു താഴത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് വരുമ്പോഴേക്കും കുഴപ്പമില്ലാത്തൊരു പാലം തോന്നുന്നു. അതിപ്പോൾ നമുക്ക് അങ്ങോട്ടത്ത് വേറൊരു മലയെടുക്കാൻ പോകണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ താഴത്ത് കുറച്ചെടുക്കാണ്ട് എടുത്തിട്ട് വരട്ടെ. അത് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ബാക്കി പണി എടുത്തിട്ട് ഓടാനായിട്ട്. വിശന്നിട്ടാണെങ്കിൽ കൂടുതലരിയുണ്ട് ഗൈസ്. രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്കും കഴിച്ചിട്ടില്ല, ഇന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല കൂടുതലരിയുണ്ട്. കുറച്ച് വെള്ളം കുടിക്കണം. എന്നിട്ട് വേണം പെട്ടെന്ന് പണി തീർക്കാനായിട്ട്. ഇല്ലെങ്കിൽ പെട്ട അവസ്ഥയിൽ പോവും. നിഷു എൻ്റെ അടുത്തെത്തി ഗൈസ്. വെയിറ്റ് ഇതുകൊണ്ട് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മണി എടുക്കാൻ വേണ്ടി പോകണേ നിഷു. നമ്മൾ അടുത്ത റെഡി. അവളെ മോളിൽ കൊണ്ട് ബക്കറ്റ് കൊണ്ടുണ്ടോ. അവളെ ആ ഒരു ബക്കറ്റിൽ ഇത്രയും ചെറിയ പാൽ വെച്ചിട്ടുണ്ടായിരുന്നോ. അതിവിടെ താഴത്ത് ബക്കറ്റ് വെച്ചാൽ പോലെ സോളപ്പ് എടുത്തിട്ട് പോലെ പോയിട്ട് മോളിൽ പോയിട്ട് സോളപ്പൊടി പോക്കറ്റിലിരിക്കണം, ബാക്ക് പോക്കറ്റിൽ. ഒന്ന് പോകാന്ന്. ഇനി മലയറിനെന്തിനാണ് ഭ്രാന്താ. നിഷുവിന് കിളിയാണ് ഗീസ്. ഞാൻ ഇപ്പോൾ അവളുടെ പോക്കറ്റ് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോൾ അവൾ മലയേറി പോയാൽ വീണ്ടും മലയുടെ മുകളിലേക്ക്. പക്ഷെ എന്തോന്ന് പറയാൻ, കിളി മാറിയിരിക്കുകയാണ്. ഓർമ്മകളൊന്നുമില്ല അല്ലേ നിഷു? കിളി മാറി പോവാണ് അല്ലേ? തലയിൽ വല്ല തേങ്ങ വേണോ? തേങ്ങ ഞാൻ അടിച്ചത്. നീ രാത്രി വരെ തേങ്ങ കൊടുക്കുമ്പോൾ ഉണ്ടാവും. തലയിൽ തേങ്ങ വേണമെന്ന് തോന്നുന്നു. അവളുടെ കിളിയൊക്കെ പോയി. പോക്കറ്റ് സോഡാപ്പൊടി വെച്ച് എടുക്കാൻ മോളിൽ പോവാം. വേനൽ കൂടിയിട്ട് സോഡാപ്പൊടി ഇട്ടിച്ചില്ലെങ്കിൽ റബ്ബർ ഷീറ്റ് പാല് കട്ടടിച്ചു പോകും. അതുകൊണ്ട് നിഷിപ്പോൾ സോഡാപ്പൊടി എടുക്കാൻ മഴയുടെ മുകളിൽ പോയി നിൽക്കരുത്. മഴയുടെ മുകളിലല്ല സോഡാപ്പൊടി അവരുടെ പോക്കറ്റിൽ തന്നെ കിടക്കുന്നത്. എന്നിട്ട് മഴയുടെ മുകളിൽ പോയി സോഡാപ്പൊടി എടുക്കണമെന്ന് നിന്നത് പണ്ട് കാര്യമില്ല. കിളിയാണല്ലോ. ഞാൻ പെട്ടെന്ന് പഴയ തീർത്താനേ ഇനിയിപ്പോൾ ഇവിടെ നോക്കത്തെ കേസ്. ഇനി അടുത്ത മല എടുക്കാൻ വേണ്ടി പോകണം. നമുക്കറിയാൻ പാടില്ലായിരുന്നു. കണ്ടോ കേസ്, ചാമ്പയ്ക്ക് ഫുൾ നിലത്തുകൊണ്ട് നടക്കുന്നത്. എന്താണ്? അപ്പോൾ കേസ് നമ്മൾ അടുത്ത മല എടുക്കാൻ വേണ്ടി പോകണം. അവിടെയാണ് ഇനി പണി ഉള്ളത്. അതിവിടെ തീർത്തിട്ട് ഞാൻ നമുക്ക് ഇന്നത്തെ അവിടെ പണി ചെയ്യുന്നു. അവിടത്തും കൂടെ എടുത്ത് ഒഴിച്ചു വെച്ചാൽ മതി അല്ലേ? അവിടെ കന്നാസ് ഒഴിച്ചു വെച്ചാൽ അവരെടുത്തോളും അല്ലേ നിഷു? അവിടെ കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ തന്നെ ഇത് ഒഴിച്ചു വെച്ചാൽ അവിടെ അവരെടുത്തോളും. നമ്മൾ എല്ലാം കണ്ടപ്പോൾ നിഷുവിനോട്ട് നല്ല തൂറിയിട്ട വഴിയുണ്ട്.
ഇവിടെ തൂറും. ഇവിടെ അങ്ങനത്തെ ആളുകളാണ്. വീട്ടിൽ കക്കൂസ് ഉണ്ടെങ്കിൽ പറമ്പിൽ പോകണമെന്നാണ് എല്ലാവരും ഹോബിയിൽ നിൽക്കും. എല്ലാവരും ആണുങ്ങളാണെങ്കിൽ ഒരു സിഗരറ്റുമായിട്ട് പറമ്പിൽ പോയിട്ടാണ് വെളിക്കിറങ്ങുന്നത്. നമ്മള് പറമ്പിൽ പോണത് കക്കൂസ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റും എല്ലാം ഉള്ളവരൊക്കെയാണ് പറമ്പിൽ പോണത്. അതാണ് ഓരോരുത്തരുടെ പ്രത്യേകത. നാട്ടുമ്പുറല്ലേ കേസ്, അപ്പോൾ അങ്ങനെ ഉണ്ടാവും ഒരു നിമിഷവും. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. കാരണം എല്ലാവർക്കും കൊതുകടി കൊണ്ട് പോകണ ഇഷ്ടം. പുല്ലൊക്കെ തട്ടി പുല്ലൊക്കെ വന്ന് ഫാനൊക്കെ വീശി ഒരു കൊത്തി പോകുമ്പോഴാണ് നമുക്ക് പോണത് അല്ലേ. നമുക്കത് ഭയങ്കര ഇറിറ്റേഷനാണ്. ഇതിനോട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ അനുഭവിക്കുക. ഇപ്പം നമ്മുടെ വനവാസമാണ് അല്ലേ നിശോ? മറ്റേ കഴിയാറായി. സീതയാമല്ലോ അല്ലേ പറഞ്ഞ പോലെ വനവാസം തീർത്ത് പെട്ടെന്ന് പോകണം. ആരോ വനവാസത്തിന് പോണ്. അതുപോലെ നമ്മൾ വനവാസത്തിലാണ് ഇപ്പോൾ. പെട്ടെന്ന് നടക്കൂടി. ഇടയ്ക്ക് നിൽക്കലാണ് ഇവിടെ. മനുഷ്യൻ തളർന്നു ഇപ്പോൾ തന്നെ. ഓൾറെഡി നല്ല വിശപ്പുണ്ട്. നടക്കാണ്. റബ്ബർ പാലെടുത്ത് ഒഴിക്കാണ്ട് പൊറോട്ട പോലെ ആയിരുന്നു. നടക്കാണ്. ഞാൻ കൈ പിടിച്ച് കളിച്ചു എന്ന് പറഞ്ഞേക്കാം. പിന്നെ ആ സിനിമയ്ക്കകത്ത് ദിലീപിന്റെ ഒരു സിനിമയല്ലേ പണ്ടത്തെ, അവ ഷെഫാരിയല്ലേ, അതില് കടുവിട്ട് എണ്ണയിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ജഗതി പേടിച്ചിട്ട് ഓടൂലേ. അയ്യോ ആ സിനിമ. എടാ ബേബി, ബ്ലാക്ക് വൈറ്റ് കാറിൽ ബ്ലാക്ക് പുള്ളിയും അതേ അതിലേണ്ടാ അത് പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയുടെ പ്രായമുള്ള പെണ്ണുങ്ങളോട് നിങ്ങൾ എന്ത് പറയുന്നു. അതുപോലെ ഞാൻ പൊറോട്ട കടിച്ചിങ്ങനെ തേങ്ങ കൊണ്ട് ശല്യം. തേങ്ങ ഇങ്ങനെ ഓരോ മണ്ടത്തിന് നമുക്ക് പറഞ്ഞു നടക്കും. അതൊന്നും കാര്യമാക്കരുത്. വിടുന്നില്ലാത്തോണ്ടല്ലേ എന്താ നിശു? അടുത്ത മലയെത്താറായി. അപ്പോൾ കഴിച്ച് നമ്മൾ അടുത്ത മലയെത്തി. ഇവിടെ നിന്ന് എടുത്ത് പോകണമെങ്കിൽ നമ്മുടെ മുകളിൽ കാട് കാണുന്നില്ല. കാടിൻ്റെ അപ്പുറത്ത് വേറെ മലയുണ്ട്. അത് ആ കാറ്റിൽ കൂടെ നടന്നുകൊണ്ട് കയറി പോകണം. അവിടെയും എടുക്കാണ്ട് പെട്ടെന്ന് തീർക്കാനുള്ള പ്ലാൻ ചെയ്യണം. ആ പൈസ കാണുന്ന നിശു നടന്ന് മുകളിൽ പോകണത്. ആ കാടിന് മുകളിൽ വേറെ മലയുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് മുകളിൽ പോകണം. അമ്മയ്ക്ക് അവിടെ മുകളിൽ ഞാൻ ബാസ്റ്റ് എടുത്ത് തീർക്കട്ടെ. എൻ്റെ സമയം ലേറ്റായി പോകും. ശരിക്കും നല്ല പണിയുണ്ട് കേസ്. ഞാൻ പെട്ടെന്ന് തീർത്തില്ലെങ്കിലല്ല വിശന്ന് കൂടുതൽ എരിഞ്ഞിങ്ങനെ ഇരിക്കും. ആ വേറെ വർഷം ഫാസ്റ്റ് എടുത്ത് തീർക്കട്ടെ. ഭാഗ്യം തലയും വീണില്ല. തലയും വീണില്ല, ഭാഗ്യം. അപ്പോൾ കേസ് നമ്മൾ അടുത്ത മല എടുക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി റെഡി കഴിഞ്ഞു. ഇവിടെ അറ്റം വരെ എടുക്കണം. കണ്ടെത്താ ദൂരത്തെ അറ്റം വരെ എടുക്കാനുണ്ട്. ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വരുമ്പോൾ സമയമുള്ളാവും. നീ കുറവില്ലേ നിശു? ഫാസ്റ്റോടെ ഞാൻ തീർക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യട്ടെ. അതേ പണിയാവും. ഏറ്റവും വലിയ കുഴപ്പമില്ല. പക്ഷെ പണി തീർത്താൽ നമുക്ക് പൈസ ഇട്ട് കൊടുക്കാം. എന്നിട്ടില്ല, പൈസ പതുക്കെ വാങ്ങുള്ളൂ. കടയിൽ പറ്റു കൊടുക്കാണ്ട്. അപ്പോൾ കുറച്ചായിട്ട് കൂട്ടിച്ചിട്ട് വാങ്ങുള്ളൂ. അപ്പോഴേ നമുക്ക് ഉപകാരപ്പെടുള്ളൂ. പറ്റു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കേസ് ഇവിടുത്തെ നമ്മുടെ പണി കഴിഞ്ഞു. പോവാം. വീട്ടിൽ പോയിട്ട് വല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഉണ്ടാക്കി കഴിക്കണം. നിശു ആണ് എൻ്റെ അവസ്ഥ. വയറൊക്കെ കാളുന്നു. എനിക്ക് വേണമെങ്കിൽ വിശന്നിട്ടാണ് പറ്റുന്നില്ല. ഒട്ടും പിടിച്ചേക്കാൻ പറ്റുന്നില്ല. പോയിട്ട് വേണം ഉണ്ടാക്കി കഴിക്കാണ്ട്. പെട്ടെന്ന് മതി 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 വടിഞ്ഞെടുത്തോ. പോവാം നമുക്ക്. ഇനി പോയിട്ട് വേണം കൈകാലൊക്കെ വൃത്തിയായിട്ട് വേണം കഴിക്കാൻ. പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ടും വെള്ളം എടുത്തിട്ട് പോകാം. ബക്കറ്റ് എടുത്ത് വേണം കേട്ടോ നിശു. പേസ്റ്റ് വാഷ് എടുത്തിട്ട് പോകാം. എന്നിട്ട് കുപ്പിയൊക്കെ എടുക്കാൻ മറക്കരുത്. പെട്ടെന്ന് പല്ല് വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് മലയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുക്കാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വൈകിട്ടൊന്നും നമ്മൾ അതിൽ കുടിക്കുള്ളൂ. വൈകിട്ട് മിക്കവാറും പണിക്കാരുള്ള എൻ്റെ ഒരു ഇന്നത്തെ ദിവസം ലേറ്റ് ആവും നമ്മൾ കുടിയൊക്കെ അല്ലേ. മാത്രമല്ല ഇനി മുതൽ അഴിയനും ഉണ്ട്.
അധികം വന്നു തുടങ്ങി. അതാണ് ഇച്ചിരി പണിയാണ്. എന്തായാലും കുഴപ്പമില്ല, പോവാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം കേസ്. വീട്ടിലേക്ക് പോയിട്ട് ആദ്യം ഇവിടെ ഇതുകൊണ്ട് ബക്കനോട് വെച്ചിട്ട് കൈകാര്യം വേണം. കൈകാര്യം വൃത്തിയായിട്ട് വേണം നമുക്ക് ഭക്ഷണം പലപ്പോഴും ഉണ്ടാക്കി വയ്ക്കാം. ആ ചേട്ടനോട് റബ്ബറിന് എന്തോ മരുന്നടിക്കുകയാണ്. ഇതടിക്കണത് നിഷു? ആ എന്നാലും നമ്മൾ മേത്തടിച്ചാൽ പോരെ? ഇതടിച്ചാൽ ചൂട് കയറില്ല റബ്ബറിന്. കൈതാ പോലെ കേട്ടോ. എനിക്കിവിടെ നടക്കാൻ കൈ വേണം, കൈ പറ്റൂല. ഇവിടെ വേറെ മരങ്ങൾക്ക് കുമ്മായ അടിക്കാനല്ലേ? കുമ്മായ അടിക്കുന്നത് ആ മരുന്നാണ്. ആ ഈ റബ്ബർ തോട്ടം നമ്മളെ ആണെങ്കിൽ നമുക്ക് എത്ര മാസം കൊണ്ട് എത്ര വർഷം കൊണ്ട് വെട്ടാം? ആ ഇനി 6 വർഷം 7 വർഷം വെട്ടാൻ പറ്റുള്ളൂ. ഒരു 4 വർഷം വെട്ടാൻ തോന്നുന്നു. ആ 10 വർഷം മിനിമം ഈ തൈയില് നോക്കാം. അത് കഴിഞ്ഞ് വെട്ടി തുടങ്ങാവും. 10 വർഷം കുറവാണ്. അന്ന് എല്ലാ വൃത്തിചക്കയുടെ മണ്ണയും തിന്നുകൊണ്ട് പോയി. ഒരു വൃത്തിചക്ക പിടിക്കില്ല. കുർത്തിച്ചക്ക മീൻസ് പൈനാപ്പിൾ. നമ്മളെ ഇവിടെയൊക്കെ കുർത്തിച്ചക്ക, വേറെ കുറെ അടുത്തൊക്കെ കറുമൂസ, മുള്ളങ്ക, മുള്ളമ്പഴം അങ്ങനെയൊക്കെ പറയും. ഓരോ ജില്ലയിലും ഓരോ. ഞങ്ങൾ തന്നെ സായിപ്പുളി പൈനാപ്പിൾ എന്ന് പറയുള്ളൂ. അങ്ങനെ കുർത്തിച്ചക്ക, കൈതച്ചക്ക എന്നൊക്കെ പറയും. ലോക്കൽ ആൾക്കാരാണ്. ആണോ നിങ്ങളിപ്പോൾ കടയിൽ പോയിട്ട് ഓറഞ്ച് പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് കുർത്തിച്ചക്ക ജ്യൂസ് എന്ന് പറയാൻ പാടില്ലേ? കഴിഞ്ഞ ദിവസം ഞാനിവിടെ ബ്ലോഗ് എടുത്തിട്ട് പോയപ്പോൾ ഇവിടെ വീടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണത് ഇവിടെ ചെന്ന കേസ്. ബ്ലോഗിൽ ശരിക്കും കാണാം ഞാൻ വീണതായിട്ട്. ആ എന്നാ നീ വീടി എന്തെന്നെ എന്തെന്നെ എൻ്റെ അഹങ്കാരം കാണിക്കണേ. ആ അതെ ലൈവാണ്. എന്താ നിഷു? ചേട്ടൻ മീൻ മേടിച്ചോണ്ട്. ആ ചേട്ടൻ നമുക്ക് മീൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മീനും ഉണ്ട്. ചേട്ടൻ ദോശയും വീട്ടിൽ നിന്ന് ദോശയും ഇറച്ചിക്കറിയും കൊണ്ടുവന്നു. അപ്പം നമുക്ക് മീൻകറി മുരിങ്ങക്കോലൊക്കെ ഇട്ട് മീൻകറിയും വെച്ച് തോരനും വെച്ച് എന്തൊക്കെ ചെയ്യാം. ചോറും വെക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്ലോഗിൽ കാണിക്കാം എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നൊക്കെ. എന്തായാലും നമുക്ക് മീൻ കിട്ടിയ വലിയ സന്തോഷമുള്ള കാര്യമായി. അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എനിക്കും വായിക്കണം വീട്ടിൽ അവിടെ പോയിട്ട് വെള്ളം കുടിക്കാം. ഞാൻ ഈ കുപ്പിയിൽ നിന്നാണ്, ഞാൻ പൈപ്പിൽ നിന്ന് കുടിച്ചോളാം കേട്ടോ. കാരണം കുപ്പി കുടിക്കുമ്പോൾ ചൂടല്ലേ. ആ അതുകൊണ്ട് ഇനി പൈപ്പിൽ വെള്ളം നല്ല ഞാൻ എടുത്തോളുന്ന കാരക്ക തിന്നില്ല ബേബി. ഞാൻ ഈ മരം കണ്ടപ്പോഴാണ് ഓർക്കുന്നത്. എവിടെ കാണിക്കാം? കണ്ട ആ നിൽക്കുന്നതാണ് കാരക്ക. ചെറുതാ ആ പ്ലാവിന്റെ മേളില് പ്ലാവ് നിൽക്കുന്നുണ്ടോ? ചക്ക നിൽക്കുന്നുണ്ടോ? ആ മുകളിൽ തൊട്ടാണോ? ആ എൻ്റെ മുകളിൽ. ആ നിൽക്കണം മരം. എനിക്കിപ്പോഴും കാലിക്കട ഏരിയൊന്നും മനസ്സിലായിട്ടില്ല. വീഡിയോ ഓണാക്കി വെച്ചോണ്ട് തന്നെ ചൊറിയും. അപ്പൊ വീഡിയോ ഷേക്കാവും. ആ നിന്നെ ചൊറിഞ്ഞാൽ എനിക്ക് സമാനമുള്ളൂ. എനിക്ക് നിന്നെ ചൊറിഞ്ഞാൽ സമാനമുള്ളൂ. ആയിക്കോട്ടെ. ഇപ്പോഴെ തന്നെ കൈ വൃത്തിയാക്കാണ്. ഞാനും വൃത്തിയാട്ടെ. നമുക്ക് എന്തോ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ചേട്ടൻ ദോശ ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു. സത്യമായിട്ടും ഞാൻ പുള്ളിയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് തരും. പുള്ളിയാണൊന്നും പൈസ വാങ്ങിക്കൂല കേട്ടോ. ചേച്ചിയാലും ചേട്ടനായാലും ചേട്ടനായതാണ് രണ്ടുപേരും. അപ്പൊ നമ്മൾ എന്താ പറയുക, ഒരു ബന്ധുക്കളെ പോലെയാണ് ഇപ്പൊ അല്ലേ. നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി ഞാൻ ചേച്ചിക്ക് കോരിക്കൊണ്ട് കൊടുക്കും. ഒരു കൈ കൊടുക്കണത് ഒരു കൈ അറിയാൻ പാടില്ല എന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ബന്ധമാണ്, സ്നേഹബന്ധം. പണ്ടത്തെ പോലെ ഒന്ന് കൊടുക്കുന്നു ഒന്ന് വാങ്ങി. ഓ വരയ്ക്കണം. കൈക്ക് വേദനിക്കടാ. നന്നായിട്ട് വരയ്ക്കും ബേബി.
അങ്ങനെയല്ല കഴിക്കാൻ എനിക്ക് നീ പറഞ്ഞപ്പോ അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ ഇതാക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ അങ്ങനെ ആക്കണം, നന്നായിട്ട് ഇറുക്കി വിരലൊടിക്കാനല്ല, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കണം. വിരലൊടിക്കാനല്ല, വേണ്ട പോയി വേണ്ട, അങ്ങനെ പിടിക്കുമ്പോൾ പോവും. ഇത് നോക്ക് ഗൈസ്, ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞെരടി എടുക്കണ്ട, ഇത് പോണണ്ട, ഇതാ കണ്ട അതിങ്ങനെ വലിച്ചെടുത്ത അങ്ങനെ ഒരു പണിക്കിലാക്കില്ല. എല്ലാം ചെയ്യല്ല, എന്നാലും അത് ഏകദേശമൊക്കെ ചെയ്യൂലേ. ഏറ്റവും വലിയ ഉടായ്പ ചെയ്തു ആ ചേട്ടൻ കന്നാസിന് പാവം കൊണ്ടുവന്ന ഒറ്റയ്ക്ക്. ഓ പക്ഷെ ആ കന്നാസ് നിറയെ ആ ചേട്ടൻ എടുക്കും. എനിക്ക് അങ്ങ് സങ്കടം വരും. ചാവാറായതുപോലെ അങ്ങ് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ ചേട്ടൻ അത് ചെയ്യുമ്പോൾ നിറയെ പാലുണ്ടാവും. എന്നെ കൊണ്ടുപോലും പൊക്കാൻ പറ്റൂല, ഞാൻ പൊക്കി കൊടുക്കാൻ നിന്നാ പോലും. പുള്ളി ഇതേ വരെയാണ് ഗൈസ്. ഇന്ന് പാല് കുറവായിരുന്നു. ചേട്ടൻ ഒറ്റയ്ക്കാണ്. അപ്പുറത്തായാലും അങ്ങനെ തന്നെ ഉയറ്റിക്കൊണ്ട് വരും. സാധാരണ റബ്ബർ എടുക്കുന്നവർ കൊണ്ടുവന്ന് ഷെഡിൽ കൊണ്ട് വെക്കാൻ പറയും. ഇവിടെ വിളയിൽ തന്നെ വെച്ചാൽ മതി, അവർ നിർത്തും. പറമ്പിൽ തന്നെ വെച്ചാൽ മതി, അവരെടുത്തോളും. അതാണ് അത് നമുക്ക് വലിയ ഹെൽപ്പാണ്. കാരണം നമ്മൾ കയറ്റിക്കൊണ്ട ആവശ്യമില്ല, നമ്മളെ കൊണ്ട് പറ്റത്തുമില്ല. ഞാനാണെങ്കിൽ മുക്കറിട്ടു എടുക്കുമ്പോൾ തന്നെ. നമ്മൾ ഒരു ദിവസം ഒരു ബക്കറ്റ് നമ്മൾ നേരത്തെ വെട്ടിക്കൊണ്ട് നേരിട്ട് നമ്മളെടുത്തോണ്ട് പോകുന്നത്. അതാണ് നമ്മൾ ശരിക്കും ചത്തു പോകാൻ സമയത്ത് ആ ചേട്ടൻ എന്തോ പറഞ്ഞ കേസ് നിങ്ങൾ കാണുന്നുണ്ടോ, കന്നാസ് കയറ്റിക്കൊണ്ട്. ആളൊരു ഉള്ളൂളേ ഉള്ളൂ. പക്ഷെ ആ ചേട്ടന് ആക്സിഡൻ്റൊക്കെ ആയതാണ്. ഒരു സൈഡ് കണ്ണൊന്നും കാഴ്ചയില്ലാത്തതാണ്. തലയ്ക്ക് ആക്സിഡൻ്റ് ആയതാണ്. ഭാരം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, എന്നിട്ടാണ് എടുക്കണത്. കണ്ട ഗീസ് ചേട്ടത്തി നമുക്ക് പാ. അപ്പോൾ ഗൈസ് നമ്മൾ ചേട്ടൻ ദോശയും ചിക്കൻ കറിയും വീട്ടിൽ നിന്ന് വന്ന് അപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. വളരെ ഹെൽപ്പാണ് ഇങ്ങനെ സമയത്ത്. പട്ടിണി കാണിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ ഹെൽപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ ചെയ്യട്ടെ, എന്നിട്ട് പോയി കൈകാട്ടെ. നമുക്ക് വെള്ളമെടുത്ത് പോകണം. ഇനി വെള്ളമെടുത്ത് മുകളിൽ പോകണം. ഞാൻ വെള്ളമെടുത്ത് മുകളിൽ പോയിട്ട് നിശ്ചയമാകുമ്പോഴേക്ക് ഒരു കൈകാല കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ആദ്യം വെള്ളമെടുത്തോണ്ട് പോകാൻ വേണ്ടി കിട്ടുന്നു. ആർജ വെള്ളം കൊണ്ടുപോവുകയാണ് ഗൈസ്. ആർജ വെള്ളം കൊണ്ട് ദേ പോയിരിക്കണ്. ഞാൻ ബ്രഷും പേസ്റ്റും മാത്രം എടുത്തിട്ടുണ്ട് ഗൈസ്. പേസ്റ്റ് തന്നെ പ്രാഗി തുടങ്ങി. പേസ്റ്റ് ഞാൻ പിതുക്കി പഞ്ചറാക്കി. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയാമോ ചേട്ടാ? എന്താ ചേട്ടാ ചേട്ടാ എന്റെ ഒന്നും എന്ത് മടിയാണ് വെള്ളം എടുത്ത് തുടങ്ങി എന്നെ സ്ഥിരമായിട്ട് ഞാനിപ്പോൾ എടുക്കുന്നത്. എനിക്കൊന്നും നടക്കാനും പിടിക്കാനും വയ്യാത്ത അവസ്ഥയാണ്. എൻ്റെ അടുക്കാണ് എന്നെ കൊല്ലാക്കൊല. ഇവിടുന്ന് വീടെടുക്കാൻ പോയ കേസ്, ഇവിടെ വിളിച്ചിട്ട് നമുക്ക് എടുക്കാൻ വയ്യ. എന്തൊരു അവസ്ഥ ആലോചിച്ച് കേസ്. ഞാൻ ഒറ്റയ്ക്ക് ഡെയിലി കിടന്ന് ചാവോ വെള്ളം എടുത്തുള്ളത്. എന്തൊരു അവസ്ഥ. അവിടെ കിണറാണി തീർത്താൽ ഈ പ്രശ്നം തീർന്നു കേസ്. എന്തിനാണ് പൈസ ഇല്ലാത്തതാണ് എല്ലാം പെട്ടിരിക്കുന്നത്. നമ്മുടെ ജെല്ലും ക്ലോസ് ചെയ്ത് കിണറും വൃത്തിയാക്കിയാണ് രക്ഷപ്പെട്ട്. പെട്ടെന്ന് ചെയ്താക്കാനുള്ള പ്ലാൻ പൈസ ഇട്ടണം. അപ്പോൾ ഗൈസ് ചേച്ചിയും ചേട്ടനും ഞങ്ങൾക്ക് കൊണ്ടുവന്ന ഫുഡാണിത്. കറിയും ഉണ്ട്. അപ്പോൾ ഗൈസ് ദോശയുണ്ട്. ചേച്ചി ചിക്കൻ കറിയാണ് കൊടുത്തുവിടുന്നത്. ചിക്കൻ കറിയുണ്ട്, പിന്നെ നമ്മുടെ കടലക്കറി ഉണ്ട്, തീർന്നിട്ടില്ല. ഇപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് നിശ്ചയിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മീൻ നന്നാക്കി വെച്ചിട്ട് വേണം കറി ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം നടുവൊക്കെ നിവർത്തി കിടന്നു. കാരണം പണിയൊക്കെ എടുത്തിരുന്നുണ്ട്. നടുവൊക്കെ നല്ല വേദന നിശു, നടു പൊളിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് മീൻ വെട്ടിയിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാൻ കിടക്കാൻ. അപ്പോൾ മടി പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. കുറച്ചു നേരം കിടന്ന് നടുവൊക്കെ നിവർത്തിയിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ട് പിന്നെ ഇച്ചിരി ആശ്വാസമുണ്ട് അല്ലേ നിശു? എന്ത് മീനാണ്? കൊഴിഞ്ഞ ചാള. കൊഴിയാള. അതെ, കൊഴിഞ്ഞ ചാളയോ കൊഴിയാള അങ്ങനത്തെ ഒരു ചാളയാണ്. ചാളയാണോ മത്തിയാണോ? രണ്ടുമല്ല, ഇത് വേറൊരു ഐറ്റം മീനാണ് ഗൈസ്. കണ്ട അയിലയൊക്കെ പോലെ ഇരിക്കുന്നതാണ്. അവിടെ കൊഴി അയില എന്നാണ് ഉദ്ദേശിച്ചത്.
തേങ്ങ ഇവിടൊക്കെ ഇങ്ങനെ കേസ് മീനെ പറഞ്ഞത് ഈ കടന്നു എന്ത് വീരാന്ന് കണ്ട അതിലെ ഓടിക്കും പക്ഷെ മത്തിയാണ് അല്ലേ? മത്തിയല്ലാന്ന് പറഞ്ഞില്ലേ, കൊഴിയാളാ. അത് അങ്ങനെ ഒരു മീനാണ്. കോഴി ചാളയല്ലേ? ആ കോഴിയാള. ആ കോഴിയാള. അപ്പോൾ അതിലെ പോലെ ഇരിക്കുന്നൊരു ചാള ആണല്ലേ. നിശി ഇവിടെ സാധനം സെറ്റായി കുക്കിംഗ് പരിപാടി നിശ്ചയിക്കുന്ന സമയത്ത് പറമ്പിൻ്റെ ശബ്ദം കേട്ട് പോയി നോക്കിയപ്പോൾ ഗൈസ് ഒരു തേങ്ങ വീണിട്ടുണ്ടായി. തേങ്ങ ഒരു വാട്ടക്കരിക്കാണ്, കുടുങ്ങുന്നില്ല. ഞാനത് പൊതിച്ച് നോക്കട്ടെ, നല്ലതാണെങ്കിൽ രക്ഷപ്പെട്ട്. ഒന്നാമത് നമുക്ക് തേങ്ങയൊന്നും ഇല്ലാതെ തീർന്ന് പെട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരെണ്ണം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തട്ടി കൂട്ടി ഒന്ന് ചിലവ് കഴിഞ്ഞ പോലെ തേങ്ങ സെറ്റായിട്ടുണ്ട്. നമുക്ക് നോക്കാം, നന്നാക്കി നോക്കാം, കേടാവാതെ മതി. കഴിഞ്ഞ ദിവസം ഉറുമ്പ് കൂട് വെച്ച് കഴിഞ്ഞാൽ നിശു അങ്ങനെ കൊണ്ട് തീരിട്ട് കൊല്ലണം എല്ലാത്തിനും. കൊന്നതെല്ലാവരും നല്ലവനെ എവിടെ കൊണ്ടൊന്ന് കൂട് വെക്കണം ഒരു ഇതില്ലാത്ത അവസ്ഥയിൽ അല്ലേ? എന്താണ് സർക്കസ് കളിക്കണം? ഉറുമ്പിനെ തീരിട്ട് കൊല്ലാൻ നോക്കിയതാ, കുറെ കടിയും കൊണ്ട്. എന്തായാലും കൊള്ളാം. ഭയങ്കര ശല്യമാണ് കേസ്, ഉറുമ്പ് ശല്യം. കഴുകി വെക്കുന്ന പാത്രത്തിലൊക്കെ ഒന്ന് ഉറുമ്പ് കൂട് വെക്കാണ് ചെയ്യണത് അല്ലേ? എന്തൊരു അവസ്ഥയാണ് അല്ലേ നിശു? ആ അടുപ്പ് അപ്പോൾ ആ ഉറുമ്പും കൂടെ ശരിക്കും അടുപ്പിൽ ഉറുമ്പ് കൂട്ടിച്ച അവസ്ഥയായി പോയി. അപ്പോൾ നിശ്വതിനെ കാക്കയൊക്കെ നമ്മൾ കാക്കയൊക്കെ വെച്ചിട്ട് എന്തായാലും കാക്ക വെച്ചിട്ടുണ്ട്. കാക്ക ഇതിന് സഹിക്കാം. നമ്മൾ കിച്ചണിൽ വെച്ച് മീൻ വേസ്റ്റ് ഫുള്ളും കൊത്തി വെച്ചിട്ട് ഇനി ഒരെണ്ണം കൂടെ എടുക്കാണ്ടായിരുന്നു, അങ്ങനെ എടുത്തുകൊണ്ട് വേണം. ആ അതിന് കത്തിക്കാൻ വേണ്ടി പോകണം. കത്തിക്കട്ടെ അതിനകത്ത്. അടുത്തായിട്ട് നിശ്ചയം ഫുള്ളും വൃത്തിയാക്കാൻ വേണ്ടി പോകണം. ആ എന്തായാലും നിശ്ചയം ചൂടെടുത്ത അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കിംഗ് സ്റ്റോട്ടും തീർത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള വേണം ചെയ്യാനായിട്ട്. ബാക്കിയുടെ ഫുള്ളും വൃത്തിയാക്കണം എന്ന് പറഞ്ഞവരെ. അപ്പോൾ നിഷു കുക്ക് ചെയ്തിട്ട് വൃത്തിയാക്കുമായിരിക്കും ഇവിടെ ഫുള്ളും അല്ലേ നിഷു? ആയിക്കോട്ടെ. അപ്പോൾ കുക്കിംഗ് ആയിട്ട് വൃത്തിയാക്കും. എന്തായാലും സാധനം കൊതിക്കെടുക്കട്ടെ. എല്ലാം ഉറുമ്പ് കൂടെ ചുറുമ്പിൻ്റെ ശല്യം അങ്ങനെ തലവില്ല. ഉറുമ്പ് വിധിക്കണം ഇവിടെ. ഉറുമ്പ് എല്ലാം എന്തൊരു ശല്യം ഉറുമ്പുകളെ. കിച്ചൊന്നുമില്ല. അവൻ വരണ്ട, അവനെ ആവശ്യമുള്ളപ്പോൾ വരൂല. അവനെടുത്ത് വേസ്റ്റ് ഫുള്ളും കാക്കെടുത്ത് കഴിച്ച് അവനുവേണ്ടി കഷ്ടപ്പെടുന്ന ഫുഡ് ഇടയിൽ വെച്ച് പോകാൻ വരൂല. ഫുഡില്ലാത്തപ്പോൾ വന്ന് നോക്കിയിരിക്കും അല്ലേ നിഷു? ആ പിന്നെ ചില സമയങ്ങളിൽ അവന് ഭാഗ്യം ഉണ്ടെങ്കിൽ അവൻ വരും അല്ലേ? ഒന്നും വന്നിട്ടില്ല, അന്ന് ഭാഗ്യമില്ല എന്തായാലും. നിഷു എന്തായാലും പാത്രം ഞാനുള്ള പാത്രമൊക്കെ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നീ കാക്കയെ കൊത്തി മലിച്ചതാണല്ലോ വേറെ കാര്യം. ഇനി കാക്കയുടെ വിളയാട്ടം മരിക്കും അതൊക്കെ കഴിയുമ്പോൾ, അത് വേറെ കാര്യം. നീ ഇപ്പം പാത്രം കഴിയാൻ വേണ്ടി പോണോ? ആ എന്നാൽ കുക്ക് ചെയ്യണ മുമ്പ് പാത്രം കഴിക്കും. പാത്രം കേട്ട് കുക്കുള്ളൂ. നിഷു പാത്രം കേട്ട് അവിടെ നിന്ന് പാത്രം കേട്ട് വരട്ടെ. നിഷു പാത്രം സമയം കൊണ്ട് ഞാൻ തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ പണി പെൻഡിങ് ആയിരിക്കും. ഞാൻ പെട്ടെന്ന് പൊതിക്കട്ടെ. നിഷു അവിടെ പാത്രം കേസ് ഞാൻ ഇവിടെ കരിക്ക് സെറ്റാക്കിയിട്ടുണ്ട്, പൊതിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കരിക്കാണോ തേങ്ങ നിറഞ്ഞ പൊട്ടിക്കും പറയാം. എന്തായാലും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. നിശ്ചിത പാത്രം കേട്ട് പോരും. ആയിക്കോട്ടെ, ഞാൻ പൊട്ടിച്ച് പിടിച്ച നിഷു ഇവിടെ കൊലപാതകം ഉണ്ടാക്കുകൊണ്ട് നിഷു വന്നിട്ട് പൊട്ടിക്കിച്ച് കുടിക്കട്ടെ, എന്നിട്ട് കുറച്ച് എനിക്ക് തരും. വെയിറ്റിംഗ് ആണ്. എന്തായാലും വരട്ടെ. അങ്ങനെ തേങ്ങ നന്നാക്കി തേങ്ങ പണി കുക്കിങ്ങിലാണ് കേസ്. നിഷു കുക്കിങ്ങിലാണ് കേസ്. ഞാൻ തേങ്ങ ഉപയോഗിച്ച് കുക്കിങ്ങിലാണ് കേസ്. എങ്ങോട്ട് ഞാൻ തേങ്ങയാണല്ലോ, എന്ത് ചെയ്യണം? ഇവിടെയും തേങ്ങ, അവിടെയും തേങ്ങയുടെ വിളയാട്ടോ. ഫുള്ളും തേങ്ങ കൊണ്ടുള്ള കളിമയമാണ് അല്ലേ തേങ്ങ? ശരി നിഷു, നിഷുവിന്റെ ഓരോരോ കാര്യം എനിക്ക് വയ്യ. ഓക്കെ തേങ്ങു, നീ മമ്മിയടുത്ത് പറഞ്ഞ് എനിക്ക് അടി വാങ്ങിച്ചിട്ടേ.
എന്നാ വീട്ടിൽ ആ എന്നാ നമ്മള് വീട്ടിലേക്ക് പോകുന്നില്ലടി. നീ ഇവിടത്തെ കഷ്ടപ്പെടും കേട്ടാ. നീ അങ്ങനെ സൂഹിക്കണ്ട. അല്ല പിന്നെ ഞാനാണ് എന്നെ ഉപദേശിച്ച് ഞാൻ സൂഹിക്കണ്ട. എന്നെ ഉപദേശിച്ച് നീ സൂഹിക്കണ്ട കേട്ടാ. ഞാൻ ആലോചിക്കുന്ന കേസ് തേങ്ങയുടെ തല വെട്ടിക്കറിയായിരുന്നു എങ്ങനെ ഉണ്ടാവും പറയൂ കേസ്. തേങ്ങയുടെ തല നോക്കി വാക്കത്തോട് വെട്ടിയാലാ. ആയിക്കോട്ടെ. ഞാനായതുകൊണ്ട് നിന്നെ സഹിക്കണ തേങ്ങ. ആയിക്കോട്ടെ. ഓ എന്തൊരു കാത്ത ഇറക്കലാണ്. നിഷു ഫുൾ അഭിനയാണോ കേസ്? അഭിനയത്തിന്റെ സിംഹമേ. ആ തുറക്കാതെ മതിയൊക്കെ പണിയെടുക്കട്ടെ. തേങ്ങ ഭയങ്കര തെരുവിലാണ് കേസ്. ഞാൻ ഒന്നും വീടെടുക്കാത്തത് അവളെ ഞാൻ കരിവാരി തേക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചാൽ ഭാര്യ എന്റെ വെച്ച് സഹിക്കാണ്. അവള് പോകുന്നില്ല. അത് വൃത്തിക്ക് അടയ്ക്കാൻ നോക്കിയപ്പോ ഫുള്ളും തെറിച്ച് നിർത്തി വീണ്. അത് എന്നെ കുറ്റമായിട്ട് കഴിയണ്ട. അവള് ശ്രദ്ധ വേണം അവൾക്ക്. അപ്പൊ കഴിച്ച് നിശ്ചിത കുക്കിങ്ങിന്റെ മീൻ വറുത്തോണ്ടിരിക്കുക. മീൻ വറുക്കണ്ട, മീൻ പൊള്ളിക്കാൻ വന്നപ്പോഴേക്കും ഓൾറെഡി വറുത്ത് കഴിഞ്ഞു. എന്നിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനെ കഴിച്ച് എനിക്ക് ഫാറ്റ് കൂടാതിരിക്കാം. ഞാൻ ചാവണ്ട അവിടെ സഹിക്കുന്നുള്ളത്. നിനക്കെങ്ങനെ പോണു? ഞാൻ ചെറുപ്പം എനിക്കല്ലേ പോളൂ. നിനക്കെങ്ങനെ പോണത്? നിനക്കൊരു നഷ്ടമില്ല. നിനക്ക് വേഗം കല്യാണം കഴിച്ചോടെ ജീവിക്കാം. എന്റെയാണ് അവസ്ഥ മാറുന്നത്. വേറെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള പരിപാടിയിലേക്കാണ് ഇപ്പോൾ. അടുത്തായിട്ട് നിശ്ചു കോളിഫ്ലവർ നന്നാക്കാൻ വേണ്ടി പോകണം. കോളിഫ്ലവർ മെയിനായിട്ട് നന്നാക്കണത് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണം. ഇതിൻ്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ യൂട്യൂബിലുണ്ട്. എന്താണ് കോളിഫ്ലവർ ഗോബി മഞ്ചൂരിയൻ ഉണ്ട്. ഗോബി മഞ്ചൂരിയൻ ഗൈസ്. അപ്പോൾ നമുക്ക് മസ്റ്റാർഡ് മല്ലിയില വേണം. നമ്മൾ അന്ന് ഉണ്ടാക്കുമ്പോൾ മല്ലിയില ഉണ്ടായില്ല. ഇന്ന് ഉണ്ടാക്കുമ്പോൾ മല്ലിയിലില്ല. മെയിനായിട്ട് മല്ലിയില കിട്ടിയില്ല ഗൈസ്. ആ വർഷമായിപ്പോൾ ഇത് നമ്മൾ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയാണ് കടയിൽ പോയത്. അതുകൊണ്ട് സാധനം ഫുഡ് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നിശ്ചയം കൊതിയായിട്ട് വാങ്ങിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോയിട്ട് അരക്കി കുളിക്കാനായിട്ട്. അതാണ് വേറൊരു കാര്യം. അവിടെ താഴെ പണണം തന്നിരിക്കുകയാണ്. അവരുടെ ക്ലീനിങ്ങും വൃത്തിയാക്കലൊക്കെ പറമ്പ് വൃത്തിയാക്കലൊക്കെയാണ് പണിക്കാർ. അപ്പോൾ അവിടെ നമുക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ കഴിച്ച് നമ്മൾ വീട് ഫുൾ അടിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ കവറുകളൊക്കെ എടുത്തുക്കണം നമുക്ക്. മറ്റേ ഇത് വരുമ്പോൾ ഗ്രീൻ ക്യാഷ് എന്താ പേര്, ഹരിത കർമ്മസേന, അവർ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഗൈസ്. അപ്പോൾ ഇവിടെ അടിച്ച് ഇത്രയും ബെസ്റ്റ് പ്ലേറ്റ് എടുത്ത് മാറ്റിട്ട് ഇത്ര കിട്ടും. അതൊക്കെ എടുത്ത് കഴുകാടും. പട്ടിക്ക് വെച്ചേക്കണം. ഇത്രയും വേസ്റ്റ് ഉണ്ട്. പട്ടികത്ത് വെച്ചാൽ കാക്ക കൊത്തി വലിച്ച് വൃത്തിയാക്കേണ്ട വരില്ല. ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് പട്ടികൾ കൊടുക്കാനായിട്ട്. അവൻ വരും അവൻ കൊടുക്കാം അല്ലേ. അതാണ് വേറെ പ്രശ്നം. അതാണ് എന്താണ് വൃത്തിയാക്കണം വെച്ചാൽ വൃത്തിയാക്കിയിട്ടാണ് നമുക്ക് ബാക്കിയുള്ള ചെയ്യാനായിട്ട്. അപ്പോൾ അടിച്ചുവാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിച്ചുവാൽ തീർത്തിട്ടാണ് നമുക്ക് രാവിലേക്ക് കുളിക്കാനായിട്ട്. പിന്നെ വെള്ളം എടുക്കാണ്ട് അങ്ങോട്ട് ചെയ്യണം. നമുക്ക് എത്ര കൂടെ തീർത്തിട്ട് പോകണം. അപ്പോൾ ഗൈസ് നിശ്ചിത താഴെ ഫുൾ അടിച്ച് വൃത്തിയാക്കി എല്ലാം വാരിക്കൊണ്ടിരിക്കുക വേസ്റ്റ്. നമുക്ക് വേറെ വരുന്നത് നമുക്ക് ഗൈസ് ഫുള്ളും കരിയിലാണ്. കാറ്റടിച്ചെല്ലാം കയറണം അങ്ങോട്ട് പോയി. പിന്നെ റൂമിനകത്തുണ്ടായിരുന്നു വേസ്റ്റ് എല്ലാം അടിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം വാരി കളഞ്ഞിട്ട് വേണം നമുക്ക് അരക്കി കുടിക്കാൻ. എന്താണെന്ന് വെച്ചു അരക്കി കുടിച്ചിട്ട് വന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാനില്ല. ഒരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിശ്ചയം കത്തിക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി പോകണം അവിടെ വേസ്റ്റിൽ. അപ്പോൾ കഴിച്ച് നമ്മൾ വീട് അടിച്ച് വൃത്തിയാക്കി ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ നിശ്ചയം പുറത്ത് അടിച്ച് വൃത്തിയാക്കണം. ആ മൂലി കഴിക്കുന്ന പ്ലാസ്റ്റിക് നമുക്ക് ഇത് ഗ്രീൻ പേരെന്താണ് ഈ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വരില്ല കേസ്. പെണ്ണുങ്ങളെ സ്ത്രീകൾ മറ്റേ എന്തെങ്കിലും പേര് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ നിശ്ചയിപ്പോൾ മുട്ടടിച്ച് വെച്ചിട്ടുണ്ടിരിക്കുക. സൈഡൊക്കെ അടിച്ച് കഴിഞ്ഞ് മുട്ട കൊണ്ടിട്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി പോകാനായിട്ട് അത് തുറന്ന് തീർക്കട്ടെ. ഫൈനലി ഗൈസ് ഞാൻ അവിടെ എത്തിയിട്ടു.
അവിടെയും തീയിട്ടു. ഏഹേ. ഓ ആ ആ വാലടച്ചോ, എന്നിട്ട് ആ പേപ്പർ എടുത്ത് അവിടെ അയ്യോടാ അവിടെ വിളിച്ചു വാ. നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടി വരെയാണ്. വെള്ളം എടുക്കാൻ വേണ്ടി വന്നു. കുളിക്കണമെങ്കിൽ മാമൻ പോകണം. മാമൻ പോയിട്ട് കുളിക്കാൻ പറ്റും. ഇനി മുതൽ മാമനുണ്ട്. മാമൻ്റെ പണിയാ കഴിഞ്ഞോ മാ? ഇന്നത്തെ കഴിഞ്ഞു. ഓക്കെ, രക്ഷപ്പെട്ടു. പിന്നെ കുളിച്ചിട്ടൊക്കെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യും. ബാക്കിയുള്ളടത്ത് ചെന്നേക്കോ കുപ്പിയായിട്ട് അവിടെ പോയിട്ടുണ്ട്. ഇനി വരൂല. ഞാൻ എടുത്തിട്ട് പോകണം. ഞാൻ കഥച്ചപ്പോൾ നിൽക്കണം അവിടെ. ഇനി പതുക്കെ പോകാം അങ്ങോട്ടേക്ക്. അയ്യോ കോമഡി ആയിരിക്കും. മാങ്ങ പറിക്കണം കേട്ടോ. നിർത്തിയിട്ട് കാര്യമില്ല. ഒന്നും ഇത് വന്നു കമ്പ്യൂട്ടർ വയ്യ. ഞാൻ തളർന്ന് തൊട്ടിലേട്ടി ഞാട്ടം. നീ ആടി കയറി കിടന്നുറങ്ങ്. എൻ്റെ അമ്മ എനിക്ക് തൊട്ടിലേട്ടി തന്നതാണ്. എത്ര വലുതായിട്ടും ആടി. ഭാഗ്യം വേണം അതിനൊക്കെ. മുതുക്കായിട്ട് മുതുക്കി കളകിയായിട്ടും ആടി. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇപ്പോഴും ചെറുതാണ്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നേ. എൻ്റെ അമ്മയ്ക്ക് ഞാൻ എപ്പോഴും ചെറുത് തന്നെയാണ്. ഓ മുതുകാള വാടാ. നീയും മുതുകാളത്ത് തന്നെ. അങ്ങനെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവേണ്. ആർജെ എണീക്ക. ആർജെ ഓ തുണിയൊക്കെ എടുത്ത് പോയി നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. കഴിച്ചു. അങ്ങനെ നമുക്ക് അപ്പോൾ ഫൈനൽ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ വേണ്ടി പോയി. ടോർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പോയിട്ട് വരാം. ഇന്ന് പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ഞാൻ കമ്മല കൂരി വെച്ച് ഗൈസ്. എൻ്റെ കാതിൻ്റെ ഇവിടെ മുറിഞ്ഞ്. അല്ല സീരിയസ്ലി എൻ്റെ കാത് ഇവിടെ മുറിഞ്ഞ് പഴുത്തിട്ടുണ്ട്. ഇല്ല ഇല്ല ഇത് കണ്ടോ. എൻ്റെ കാതിൻ്റെ ഇവിടെ പഴുത്തിരിക്കുന്നുണ്ടോ? വീഡിയോ കാണുന്നില്ല. അതാണ് എന്നെ കളിയാക്കിയെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ഇതായാലും നമുക്ക് നടക്കാൻ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ നടക്കാൻ ഇറങ്ങി. നമ്മൾ മെയിനായിട്ട് ആ പിക്കാസും ഇതും ഇവിടെ താഴത്ത് വീട്ടിൽ ഈ വീട്ടിൽ തന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അത് കൊടുത്തിട്ട് മോശം നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. അതുകൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പോകുന്നത് ശരിയാവില്ല. കിണർ പണിക്കാനാണെങ്കിൽ പോയിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പൈസ ബാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ വിളിച്ചിട്ട് ഫോൺ കാത്ത് നോക്കും. അതുകൊണ്ടാണ് നമ്മൾ വരാത്തത്. എന്തായാലും അവർ വന്നു കഴിയുമ്പോൾ ബാക്കി ചെയ്യുമ്പോൾ വീണ്ടും ആവശ്യം വേണമെങ്കിൽ ഇവിടെ ചോദിച്ച് വാങ്ങേണ്ടി വരും. അതായിരിക്കും ഇവിടെ നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി. അവരുടെ ആവശ്യത്തിന് അവർക്ക് സാധനം അവർക്ക് മാമയാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും കൊണ്ട് കൊടുത്തേക്കാം. ചോദിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം ഓൾറെഡി. അപ്പോൾ ചോദിച്ചിട്ട് കൊടുക്കാൻ ശരിയാവും. അതുകൊണ്ട് ഒന്നിച്ച് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് എന്തായാലും കൊണ്ട് കൊടുത്തേക്കാം. അങ്ങനെ നമുക്ക് നടക്കാൻ വേണ്ടി പരുത്തിക്കുഴി താഴെ പോയിട്ട് പിന്നെ ചിലപ്പോൾ ഇത് ചുറ്റി കൊടുത്തേ വരുള്ളൂ. മല ചുറ്റി വരാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഇതിൽ കൂടെ വരും, ചിലപ്പോൾ മല ചുറ്റി വരും. ഉറപ്പില്ല. ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോൾ മല ചുറ്റി വരും. ലേറ്റായി കഴിഞ്ഞാൽ ഇതിൽ കൂടെ വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നോക്കാം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പുളി കിട്ടി കണ്ടോ. ഞാൻ അത് നിന്നാണ് നടക്കാൻ. ഇവിടെ വെള്ളം കോരി ഇപ്പോൾ ഇവിടെ ചെറിയൊരു കുളം പോലെ ആക്കിയാ മാമൻ. ഉണ്ടാ ചെറിയൊരു കുളം പോലെ കോറിനോണ്ട് വെള്ളമുണ്ട്. ആണല്ലേ. നമുക്ക് എന്തായാലും നടന്ന് പോവാം. മാമ കോക്കോ സിനിമയിലുള്ള പോലത്തെ പട്ടിയുണ്ട് കേസ് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദീപം കോക്കോ സിനിമ നോക്ക്. കണ്ട ആ പട്ടി കണ്ട. അത് ശരിക്കും ആ സിനിമയിലെ പട്ടിയെ പോലെയാണ് ഉള്ളത്. കാണിച്ചിട്ട് കണ്ട കേസ് കറക്റ്റ് അതുപോലെയല്ലേ. നമുക്ക് നടന്ന് പോവുകയാണ്. നമ്മളപ്പോൾ നടന്ന് ഇങ്ങെത്തി. നമ്മളെ കൃഷ്ണൻകോവിലാണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക രസമാണ് കേസ്. കണ്ട സന്ധ്യാസമയം മീൻസ് വൈകുന്നേരം 5 മണി കഴിഞ്ഞു, 5:30 കഴിഞ്ഞു പാട്ട് കേൾക്കുന്നു. ഇതൊക്കെ ഒരു ടൈമിങ് അറിയാനും ഒക്കത്തിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമല്ലേ. എന്നാലും പോവാം. നമ്മളെ വഴിയിലും വരും കാറ്. ചീര ഫുള്ളും വെട്ടി എല്ലാം വിളവെടുത്ത് കഴിഞ്ഞു പൈസ. ചിപ്പി ചേച്ചിയുടെ ആഞ്ഞ് തൂക്കൽ മത്സരമാണെന്ന് തോന്നുന്നു. അവിടെ ഇവിടെയൊക്കെ പോയും. അതെ, ചിപ്പി ആഞ്ഞ് തൂക്കുകയാണ്. പണിയില്ലാണ്. ഹേ
അപ്പോൾ ഗൈസ് ആദ്യത്തെ പായസം കഴിച്ചുകൊണ്ടിരിക്കാൻ ആറ്റുകാൽ പൊങ്കാലയിലെ പ്രസാദം അതാണ്. ചിപ്പി ചേച്ചിതാണ് ആറ്റുകാൽ പൊങ്കാല ഇട്ടുകൊണ്ട് വന്നത്. നേരത്തെ തിന്ന് വയറൊക്കെ വീർത്തിരിക്കുന്നത് അടിച്ചു കിഴിയുന്നു. പായസം കുടിച്ച് മതവും മത്തനായി കിടക്കുകയാണ്. അപ്പൊ ഫൈനൽ ഗൈസ് നമ്മൾ അപ്പച്ചട്ടിയും ചേട്ടൻ ഇത് കളിയാകും. അമ്മ ഇവിടെ പുറത്താണ് പോവാൻ. അത് കിട്ടിയില്ലല്ലോ. നേരത്തെ നമ്മൾ പോവുകയാണ്. ആർജയ്ക്ക് ഇല്ലേ കൂടി നടക്കണമെങ്കിൽ വെളിച്ചം വേണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വെളിച്ചത്തിൽ തന്നെ കൊണ്ടുപോവുകയാണ്. ഇരുട്ടത്തിട്ട് ഞാൻ ചോറ് കൊടുക്കും. എനിക്ക് നടക്കാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ്. എന്തായാലും പോവാം. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ല ഇരുട്ടായി. എന്നാലും കണ്ണ് കാണാം അല്ലേ അസ്? കണ്ണ് കാണാന്നുള്ള ഇരുട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇത്രയും പെട്ടെന്ന് വീട്ടിലെത്തുന്നതായിരിക്കും. അതാണ്. അതെ. അതായത് ഉണ്ടാക്കി വെച്ചതല്ല കഴിക്കണം. കുക്കിംഗ് ഉണ്ട് എനിക്ക്. കുഴപ്പമില്ലേ? ഫൈനൽ കേസ് നമ്മൾ വീട്ടിൽ വന്നു. ഞാൻ തന്നെ കോളിഫ്ലവർ ഇത് നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം അരി അരയ്ക്കണം. നാളെ അപ്പത്തിനുള്ള അരി അരയ്ക്കണം. പൈസ വന്നപ്പോൾ നിഷു ബാക്കിയുള്ള കുക്കിംഗ് പീരീഡിലേക്ക് കിടക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് അരി അരയ്ക്കാനുണ്ട്. നാളത്തേക്ക് വേണ്ടി അപ്പത്തിൻ്റെ അരി അരച്ച് വെക്കണം. പിന്നെ മറ്റേ മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ അതിൻ്റെ പേര്, ഗോബി മഞ്ചൂരി, അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനുള്ള കുക്കിംഗ് വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ബ്ലോഗിൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിലോട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അത് അടിപൊളി റെസിപ്പിയാണ് നിഷു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതാണ് അടിപൊളി സാധനമാണ്. വെറുതെ നോർമൽ കടയിൽ നിന്ന് ഗോബി മഞ്ചൂരിയനല്ല, ഇതൊരു പ്രത്യേകതരം വീട്ടിലുണ്ടാക്കണതാണ്. അതിൻ്റെ റെസിപ്പി അടിപൊളിയാണ്. അതാണ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന സോസൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. പക്ഷെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കണ്ടു നോക്കും. നല്ല അടിപൊളി കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കണതാണ്. അപ്പോൾ എല്ലാത്തിനും കഴിക്കാം അടിപൊളി. പ്രത്യേകിച്ച് ചപ്പാത്തിലൂടെയും പൊറോട്ടയോടെ കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം പൊറോട്ടയും ചപ്പാത്തിയോടെ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ചോറിലൂടെയും കഴിക്കാം അല്ലേ, അല്ലാതെ ചായക്ക് കടിയായിട്ട് കഴിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ട്രൈ ചെയ്യാം. അടിപൊളി ഐറ്റമാണ്. മസ്റ്റാർഡ് ട്രൈ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയും കൊടുക്കാൻ വേണ്ടി കൊടുക്കാം ഗൈസ്. എന്തായാലും നിഷു കുക്കിങ്ങിന് വേണ്ടി ഇപ്പോൾ ആദ്യം അരി അരച്ച് മാറ്റി വെക്കുന്നതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നിട്ട് ആ ഇളം കരിക്കിലാക്കാം. നമ്മൾ അപ്പത്തിനരക്കാണ്ട് മാറ്റി ചെത്തിയെടുക്കണം. ശരിക്കും ഇത് കിട്ടിയതിന് വരെ നമ്മൾ അപ്പത്തിനരക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തില്ല നിഷു? ഇളം തേങ്ങയുടെ വെള്ളവും തേങ്ങയും വെച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളം ഇപ്പോൾ ടേസ്റ്റാണ്. കള്ളയിക്കുന്ന ഫീൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പകുതി ഞാൻ രണ്ടാളുടെ വായി തന്നെ പോയത് അവരുടെ കാര്യം. അതാണ് ടേസ്റ്റ് ഉണ്ട് ഗൈസ്. തേങ്ങ ഇളം തേങ്ങ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് എല്ലാം കളയാൻ പ്രതീക്ഷിക്കുന്നു. നല്ല എപ്പോഴും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം കുറച്ച് കഴിക്കുകയോ ചെയ്ത്. ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്യണത്. നിഷു ഒന്ന് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ അപ്പം ഉണ്ടാക്കാൻ വലിയ ഈസി ആയിട്ടുള്ള പരിപാടി ഗൈസ്. അധികം വലിയ പരിപാടി ഒന്നുമില്ല. നിഷു പറഞ്ഞു തരുമോ? ഒരു ബൗൾ അരി ഉച്ചയ്ക്ക് വെള്ളത്തിൽ ഇട്ടു. നേരം കിടന്നു. ഒരു 5 മണിക്കൂർ കിടന്നാൽ മതി. ആ ഇതെടുത്ത് അരി അരിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതും ഒരു മുറിയും പിന്നെ ഈ മുറിയും കൂടി ഇടുന്നുണ്ട്. ഇത്ര വേണ്ട. ഒരു മുറി തേങ്ങയും 1 സ്പൂണ് പഞ്ചസാര, ഞാൻ ഈ തേങ്ങയുടെ തന്നെ ഈ കരിക്കിന്റെ തന്നെ വെള്ളം എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് ഇച്ചിരി ചോറ്, ഇത്ര ചോറ് ഇടണം. ഇത് അരച്ചെടുക്കാം. നന്നായിട്ട് ഇത് റേഷൻ കടയിലത്തെ പച്ചരി ആയതുകൊണ്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ട് കൈയോട് നന്നായിട്ട് ഞെടണം. എത്രത്തോളം നമുക്ക് ഈ പുട്ടിനൊക്കെ മാവ് കഴിക്കും പോലെ കുഴച്ച് അങ്ങനെ ഇതാക്കി എടുക്കണം. എന്നാലേ പിറ്റേന്ന് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും അരക്കട്ടെ. വേറെ എന്തൊക്കെ ചെയ്യണം? ഒന്നും ചെയ്യണ്ട. രാവിലെ എടുക്കുമ്പോ 1 മണിക്കൂർ മുമ്പ് ഇച്ചിരി സോഡാപ്പൊടി ഇടാം. അത്രേ ഉള്ളൂ. ഉപ്പിട്ടുണ്ടാക്കാം അല്ലേ? പുട്ടല്ല, അല്ല ഉപ്പിട്ടുണ്ടാക്കാം. അപ്പോൾ കഴിച്ച് നിഷു ഗോബി മഞ്ചൂരിൻ്റെ കുക്കിംഗ് മണിക്കൂറിലാണ്. ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നടക്കുള്ളൂ അല്ലേ നിഷു? അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി തരട്ടെ.
നമുക്ക് എന്തായാലും പാസ്വേഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് കിടക്കാം എന്നുള്ള പ്രതീക്ഷയിലേക്കാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാക്കാം, വേറെ വഴിയില്ല. സമയം ഇപ്പം നല്ല 7:37 ആയിട്ടുള്ളൂ. 8 മണിക്ക് മുമ്പ് തരൂലേ? അതില്ല, 6 മണിക്കൂർ തരും. കിച്ചു മോനെ, ഗൈസ് കിച്ചു എത്തി ഗൈസ്. നീ എവിടെ കളഞ്ഞാ ആ പോളാ. ആ അങ്ങനെ നിഷു വിളിച്ചപ്പോൾ അവൻ ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ അവന് നിഷോടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ എടുത്ത് ചെടിക്ക് വളമായിട്ട് വെച്ചെടുത്ത് ഇനിയിപ്പോൾ അവൻ അത് പെറുക്കി തിന്നോ, അല്ലാതെ വേറെ വഴിയില്ല അല്ലേ നിഷു? ചോറ് വെച്ച് കൊടുക്കാം. ചോറുണ്ട്, പിന്നെ മീൻ കറി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അവൻ്റെ വെയിറ്റ് കുഴച്ച് വെക്കും. അവൻ്റെ വെയിറ്റ് എടുത്തോ, ഉണ്ടതിൽ കുഴച്ച് വെച്ച് കൊടുക്കാം, അവൻ കഴിച്ചോട്ടെ. വിഷം തന്നെ വന്നിരുന്നു പാവം. ചോറിലുണ്ട്, ചോറ് വെച്ച് കൊടുക്കും. ഇല്ലായിരുന്നെങ്കിൽ അവൻ്റെ പ്ലേറ്റ് എടുത്തപ്പോഴേക്കും അവൻ ഓടി വന്നില്ല നിഷു. പ്ലേറ്റ് എടുത്താൽ അവനറിയാം അവൻ്റെ പ്ലേറ്റ് ആണെന്ന്. നമ്മൾ അവന് പ്ലേറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ മനസ്സിലാവും അവൻ്റെ പാത്രമാണ്. പിന്നെ അവനെ പാത്രം മാറ്റായിരുന്നു ഓക്കെയാണ് അവനത് ഹാപ്പി ആയിരിക്കും. പ്ലേറ്റ് വെച്ചപ്പോൾ അവൻ നോക്കിയിട്ട് അവനോട് തിരിച്ച് വീണ്ടും പോയി തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോറ് വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. എന്തായാലും അവനോടൊന്നും പോകില്ല, വെയിറ്റ് ചെയ്യാം, നോക്കാം. കിച്ചു ഒന്ന് വെയിറ്റ് ചെയ്യാൻ കൊടുക്കാം. ചോറ് കഴിക്കണം. വെയിറ്റ് ചെയ്യട്ടാ, തരും. അവിടെ ഇരുന്നോടാ, എന്തിനാണ് ഇഷ്ടം വേണ്ട. അവനറിയാം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവന് ഫുഡ് കൊടുക്കണം അറിയാം. അവനോട് വെയിറ്റ് ചെയ്തില്ല നിഷു. അപ്പോൾ കഴിച്ച് നിഷു കിച്ചുവിനത് പ്ലേറ്റിൽ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ കഴിക്കുകയാണ്. അവൻ കഴിക്കട്ടെ എന്തായാലും. അവൻ മറ്റേതാവും അവിടെ ചിക്കൻ്റെ വേസ്റ്റ് കൂടുതലും കഴിച്ചു കഴിഞ്ഞു. ചിക്കൻ വേസ്റ്റല്ല, ചിക്കൻ നമ്മൾ കഴിച്ചതിൻ്റെ രാവിലെ നമ്മൾ ചിക്കൻ കിട്ടിയതിൻ്റെ എല്ലും കാടൊക്കെ അവൻ കഴിച്ചു കഴിഞ്ഞു. പിന്നെ അവനിപ്പോൾ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൻ ചോറ് കഴിക്കണം. അവൻ വയറ് വെച്ച് ചോറ് കഴിക്കട്ടെ. എന്തായാലും അവൻ്റെ വിശപ്പ് മാറട്ടെ. അവൻ വയറ് വെച്ച് കഴിച്ചിട്ട് പോകും എന്തായാലും ഇന്ന് അല്ലേ നിഷു? കുറേ നാൾക്ക് ശേഷം മണി മുമ്പ് വന്നേക്കണത്. ആ അതാണ് പുരുഷന് ശേഷം അവന് ഫുഡൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവൻ കഴിക്കട്ടെ വയറ് വെച്ചു. കുക്കിങ്ങൊക്കെ ഏകദേശം കുറച്ചുകൂടി തീരാനുണ്ട് അല്ലേ? പകുതി തീർന്ന്, ഇനി പകുതി കൂടി ചെയ്യാണ്ട്. പിന്നെ ഇതിനകത്ത് മസാല സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കുമ്പോൾ സമയം എടുക്കും എന്തായാലും. ഇപ്പോൾ സമയം എന്തായാലും 8 മണി ആവാൻ 5 മിനിറ്റുള്ളൂ. അങ്ങോട്ട് കഴിഞ്ഞ് 8 മണിയാകും. പിന്നെ ഭക്ഷണം 8:30 മുമ്പ് തീർത്ത് ഫുഡ് കഴിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. കുക്കിംഗ് എന്തായാലും 8:30 ആയി സ്ഥിരമായിട്ടുണ്ട്. തീർന്നു പറഞ്ഞത് അത് ലാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ റെഡി കഴിഞ്ഞു അല്ലേ നിഷു? എല്ലാം കൂടി ഇടശമ്പരം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ പ്രശ്നം തീർന്നു. വേറെ പാത്രം ഉള്ള മാത്രം അഡ്ജസ്റ്റ് ചെയ്യാണ്. നമുക്ക് 2-3 പാത്രമേ ഉള്ളൂ അല്ലേ നിഷു? എങ്കിലും അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് പോകും. 3 മാത്രമുണ്ട്. അപ്പോൾ അതിൽ ഹാപ്പിയാണ് അല്ലേ? നമ്മൾ ഹാപ്പി അല്ലേ? പിന്നല്ലാതെ നമ്മൾ 2 ആളല്ലേ ഉള്ളൂ, അത് മതി. 2 ആൾക്ക് കുക്ക് അത് ധാരാളം അല്ലേ നിഷു? ശരിക്കും വീട്ടില് ഒരു ഇഡ്ഡലി ചെമ്പ് ഉണ്ടെങ്കിൽ ചോറ് വെക്കാം, പുട്ടടിക്കാം, ഇഡ്ഡലി ചൂടാം, എന്തെല്ലാം പരിപാടി ചെയ്ത് നടക്കുന്നുണ്ടോ. ബിരിയാണി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. സാമ്പാർ വെക്കാം, ഒരു പുട്ടും കുറ്റി ഉണ്ടെങ്കിൽ പുട്ടവിക്കാം, ചായ വെക്കാം, മുട്ട പുഴുങ്ങാം, ആവി പിടിക്കാം, പുട്ടും കുറ്റി ഉണ്ടെങ്കിൽ. നിഷുവിൻ്റെ ഇതൊക്കെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ലൈഫ് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ച ലൈഫ് അടിപൊളിയാവും. അത്രേ ഉള്ളൂ. 2 കുഞ്ഞു ഉരുളിയുണ്ട്. ഒന്നിന് തോരൻ വെക്കും, ഒന്നിന് മീൻകറി വെക്കും. ഒരു കുക്കറുണ്ട്, ചോറ് വെക്കും, കറി വെക്കും, എല്ലാം ചെയ്യും. ചെറുപ്പം പറയാം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യാം. പിന്നെ മെയിനായിട്ടും ഇതിന് മല്ലിയില വേണം. നമ്മളന്ന് റെസിപ്പിയിൽ മല്ലിയില ഇട്ടിട്ടില്ല അല്ലേ? കിട്ടിയില്ല, അന്നിട്ടായിരുന്നോ? പക്ഷെ ഇന്നില്ല അത് പോയി തീർന്നു. കിട്ടിയില്ല, നമുക്ക് കിട്ടിയതിൻ്റെ ഇപ്പോൾ ടേസ്റ്റാണ്. മല്ലിയില എപ്പോഴും ഉപയോഗിക്കണം കൈസ് എല്ലാത്തിനും അല്ലേ? അതിൻ്റെ ടേസ്റ്റ് അതൊക്കെ വളരെ നല്ലതാണ്. ശരീരത്തിന് ഹെൽത്തിയാണ്, വളരെ ആവശ്യമുള്ള സാധനമാണ് ശരീരത്തിൽ. നിങ്ങളപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് പുതിന ഇല, മിൻറ്റ് ലീഫ്, മല്ലിയിലൊക്കെ വളരെ നല്ലതാണ് ശരീരത്തിന്, ഹെൽത്തി. നമ്മുടെ ഇന്ത്യൻ സ്പൈസസിലേക്ക് അത്യാവശ്യം നല്ലൊരു ഇതാണെന്ന് പറയാം അല്ലേ? എനിക്ക് ഇഷ്ടം മല്ലിയില പുതിനയിലൊക്കെ. അതാണ് സത്യം കിട്ടും. നമ്മളധികം കുക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വാങ്ങുന്നില്ല. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് വാങ്ങാൻ പോയിട്ട് കിട്ടിയില്ല. അതാണ് അതിൻ്റെ വേറെ സത്യം. കിട്ടിയെന്ന് ചെയ്തേനെ, പക്ഷേ കിട്ടിയില്ല. അവിടെ പോട്ടെ, പൈസ കഴിഞ്ഞില്ല. നമ്മളെ അവസ്ഥ എല്ലാത്തിനും പൈസയാണ് വരുന്നെങ്കിലും അല്ലേ നിഷു? അതാണ് വേറൊരു സത്യം. ലോക്കാവും. പൈസ നമ്മുടെ ലൈഫിൽ എനിക്ക് 99% പ്രശ്നം തരും അല്ലേ? ബാക്കി 1% പ്രശ്നം നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടെത്തുന്നുണ്ട്, പൈസ ഇല്ലായിട്ട് പോലും. പിന്നെ നമുക്ക് പൈസ ഇല്ലാത്ത വിഷം മാത്രമേ ഉള്ളൂ. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാണ് ലൈഫ്. പിന്നെ നമ്മൾ 100% ആവും അല്ലേ? നമ്മുടെ ലൈഫ് 100% ആവും എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാവരും പറയും 90% പ്രശ്നം മാറുന്നു. പക്ഷേ ഞങ്ങളുടെ എനിക്ക് 100% പ്രശ്നം മാറുന്നു തോന്നുന്നു.
ബാക്കിയുള്ള 10% നമ്മുടെ ഹാപ്പിനെസ് ആണ്. അത് നമ്മൾ കണ്ടെത്തിയ പ്രശ്നമാണ്, നമ്മളത് കണ്ടെത്തുന്നുണ്ട് ഇല്ലായ്മയിൽ, അത്രേ ഉള്ളൂ. കറിവേപ്പിലാണെങ്കിൽ താഴ്ന്ന് പറിക്കാം, ഒരു രണ്ടെണ്ണം വേണമെങ്കിൽ പറിക്കാം. നമുക്കൊന്ന് മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ കേസ് അത് രണ്ടും ഉണ്ടായിരുന്നു, ചൂട് അടിപൊളി ആയതിനെ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടിയാൽ കൂടി ആയതിനെ. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കില്ല, പോട്ടെ പോട്ടെ. നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് പോകും, അത്രേ ഉള്ളൂ. നമ്മൾ മെയിനായിട്ട് മല്ലിച്ചപ്പാണെന്ന് ആഗ്രഹിക്കാൻ കാരണം നമ്മളിത് വേറൊരാൾ കൂടി കൊടുക്കാൻ വേണ്ടിയാണ്, ഇല്ലെന്ന് വെച്ചു. നമുക്ക് വേണ്ടി മാത്രമാണ്, നമുക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. നമ്മൾ വേറെ അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മളത് അതിൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് ഉണ്ടാക്കി തോന്നാൻ പാടില്ല, അങ്ങനെ തോന്നില്ല അവർക്ക്. എങ്കിലും നമ്മുടെ ഒരു മര്യാദ അല്ലേ, കുഴപ്പമില്ല. എന്തായാലും ഉണ്ടായിട്ടുണ്ട്, നാളെ അവർക്ക് കൊടുക്കും, നാളെ അവർക്ക് കൊടുക്കും. ഫുഡ് കഴിക്കാം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേസ്. ഇന്നത്തെ ഡിന്നർ സമയം 8:30. നമ്മൾ 8 മണിക്ക് ഫുഡ് കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല. ഇന്ന് 8:30 അങ്ങനെ കുഴപ്പമില്ല അല്ലേ. ഫൈനലി കേസ് നമ്മുടെ ഫുഡൊക്കെ വിളമ്പി അല്ലേ അജയ്? ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ചോറുണ്ട്, മീൻ കറിയുണ്ട്, തോരനുണ്ട്, പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ഗോവി മഞ്ചൂരിയനുണ്ട്. എല്ലാം കഴിക്കാം. കഴിച്ചോക്ക്, ഞാൻ കഴിച്ചോട്ടെ. പച്ചമാവിന്റെ എരിവ് അങ്ങ് തള്ളിയിരിക്കണല്ലേ. ആർച്ചയ്ക്ക് എരിവ് ഓക്കെ ആയിരിക്കും, പക്ഷെ എന്നെ കൊണ്ട് താങ്ങൂല. പച്ചമുളക് ചതച്ച് കൊള്ളാം. ഓക്കെ, അപ്പം ഞാനും കഴിക്കട്ടെ കേസ്. ആഴ്ച കഴിച്ചു. ഒരാൾ രാത്രി പല്ലിയൊക്കെയാണ് കേസ്, നല്ല ശീലം. ഓക്കെ, ഗുഡ് ബൈ. യാ ഗുഡ് ബൈ. എനിക്ക് കോൺഗ്രേറ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഞെക്കിക്കോളാം. അത് കീറും. ഓപ്പറേഷൻ സക്സസ്. ആദ്യം നേരം പല്ലിക്കട്ടെ കേസ്. ഞാൻ അപ്പത്തേയും പോയി റെസ്റ്റ് എടുക്കട്ടെ കേസ്. അപ്പം കേസ് ഇന്നത്തെ നമ്മുടെ ഡേ ലൈഫ് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. നിഷു ഓൾറെഡി കയറി കിടന്നു കേസ്. ഞാൻ പല്ലേച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കയറി കിടന്നു, അവിടെ തുടങ്ങട്ടെ. ഞാൻ എന്നാലും ബ്ലോഗ് അതിൻ്റെ പേര് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേസ്. ഇനിയിപ്പോൾ പോവാം, കുറച്ച് വെള്ളം കുടിച്ച് കിടന്ന് തുടങ്ങാം. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയത്തും വെള്ളം കുടിക്കാൻ പാടില്ല കേസ്, അത് മറക്കെടുത്തിട്ടാണ്. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് ഒരു 2 മണിക്കൂറിൻ്റെ കിടക്കാൻ പാടുള്ളൂ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരമായി. ഭക്ഷണം കഴിച്ച് കുറേ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കിടന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഒരു 2 മണിക്കൂറൊക്കെ ആയി ഭക്ഷണം കഴിച്ചിട്ട്. ഇത് സമയം ഏകദേശം 10:30 നമ്മൾ 8 ആയപ്പോൾ ഭക്ഷണം കഴിച്ചത്, 9, 10, 10 2 മണിക്കൂറായപ്പോൾ. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറിനൊക്കെ അടുത്താണ്. അപ്പോൾ ആ സമയത്ത് മാത്രം ഭക്ഷണം കിടക്കാൻ ശ്രമിക്കുക. നേരത്തെ കിടക്കാതെ സമയം വരെ നമുക്ക് കുറച്ച് നടക്കാനും ഇരിക്കാനൊക്കെ ശ്രമിക്കുക. നിശ്വാസം കയറി കിടന്ന് കുഴപ്പമില്ല. അവൾ പക്ഷേ ഇപ്പോൾ ഉറങ്ങിയുള്ളൂ. അവൾ കിടന്നുറങ്ങും, കിടന്ന സ്പോട്ടിൽ തന്നെ കിടന്നുറങ്ങിപ്പോവും. അതാണ് അവളുടെ പ്രത്യേകത. പക്ഷേ എനിക്ക് സമയം എടുക്കും. എൻ്റെ ഗുളികയൊക്കെ തരുന്നുണ്ട്, എൻ്റെ ഉറക്കമൊക്കെ ഇത്തിരി പണിയായിരിക്കും. സമയമെടുത്ത് കഷ്ടപ്പെട്ട് ഉറക്കം കിട്ടുള്ളൂ. എന്നാലും ഇവിടുത്തെ ബ്ലോഗ് ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ. താമസിച്ച അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും ബൈ ഫ്രം RJ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ്സ് അഭിപ്രായം രേഖപ്പെടുത്തുക. ബെല്ലിലേക്ക് എനേബിൾ ചെയ്യുമ്പോൾ ഓൾ ബെല്ലിലേക്ക് എനേബിൾ ചെയ്യാം. നമ്മളെല്ലാ സൺഡേയും ലൈവ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലിലേക്ക് ഓൾ ബെല്ലിലേക്ക് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കൂടാതെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ടും കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക ഗൈസ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് വളർന്നു വരാനും നമ്മുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ശ്രമിക്കുക. രണ്ടുപേരും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക ഗൈസ്. കാരണം ചില സമയത്ത് നമ്മൾ ഒരാളുടെ ഐഡിയിൽ മാത്രമേ ചിലപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിഷുവിൻ്റെ ഐഡിയിൽ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഐഡിയിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മിസ്റ്റേക്ക് പ്രശ്നമൊക്കെ പറ്റാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ID കംപ്ലൈൻറ്റ് ആയിട്ട് പണിയിട്ടാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ കാലം അപ്ഡേറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ടും നമ്മളെ മെസ്സേജ് അയക്കാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരും വേണ്ടി താഴെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ശ്രമിക്കുക. അപ്പോൾ താമസം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.